BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywoodal Silks, Kottayam, Thrissur, Thodupuzha, K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarika Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടിറൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടിറൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന കർക്കിടകം 16 ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ച രാവിലെ എത്തി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഔഷധം സേവിച്ച് സർവ്വരോഗങ്ങളിൽ നിന്നും ശമനം നേടുക. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാർഡ് വിതരണം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൊടുപുഴ ടൗണിൽ പ്രകടനം നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് സ്ഥാപക ദിനം ആഘോഷിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് TK നവാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനായി തദ്ദേശമിത്രം അവതരിപ്പിച്ച നാടകയാത്ര ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നാടകയാത്രയുടെ സമാപനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഒരു നേരം ഔഷധം ഒരാണ്ട് രോഗശാന്തി എന്ന സന്ദേശവുമായി ഇടവെട്ടി ഔഷധ സേവ ചൊവ്വാഴ്ച രാവിലെ 4:30 ആരംഭിക്കുന്ന ഔഷധ സേവ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിൽക്കും. Today is my day. Polywoodal Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി. ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെയും സുദർശനം സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാർഡ് വിതരണം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജഡ്ജി VG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു.
ഭിന്നശേഷിയുള്ള കുട്ടികളെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയായി നാം കാണുന്നു. അങ്ങനെയുള്ളവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ. ഇതിൽ അർഹതയുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ഇവർക്കെല്ലാം ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന NGOs അവരെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ അവർ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾക്ക് വലിയ സഹായകരമായ ഒരു സംവിധാനം അത് പൂർണ്ണമായ അർത്ഥത്തിലില്ലെങ്കിലും നമുക്ക് ഉണ്ട്. 2000-ഓളം കുട്ടികൾ ഈ ജില്ലയിലുണ്ടെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറിനോട് പറഞ്ഞത്. ഈ കുട്ടികൾക്കെല്ലാം സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയായ നിരാമയിലെ ആരോഗ്യ രക്ഷ പദ്ധതി അതിനുള്ള ഈ കാർഡ് വിതരണം നടത്തുന്ന അവസരത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. മെമ്പർ സെക്രട്ടറി കെ സത്യൻ ഇൻഷുറൻസ് കാർഡ് വിതരണം നടത്തി. ജില്ലാ കളക്ടർ GR ഗോകുൽ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രിയുടെ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലുടനീളം ആവശ്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ. മുസ്ലിം യൂത്ത് ലീഗ് സ്ഥാപക ദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല 4 പാത വൃത്തിയാക്കി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് TK നവാസ് ഉദ്ഘാടനം ചെയ്തു. 37 വർഷങ്ങൾക്കുമപ്പുറം 1980 അന്ന് അറബി ഭാഷയ്ക്കെതിരായി അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരും കൊണ്ടുവന്ന കരി നിയമങ്ങൾക്കെതിരായി കേരളത്തിൽ നടന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളും ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇതേപോലെ ഒരു ജൂലൈ 30-ന് 1980 ജൂലൈ 30-ന് കേരളത്തിലെ 14 കളക്ടറേറ്റുകളിലേക്ക് യൂത്ത് ലീഗ് അറബി ഭാഷ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം നടത്തുകയും അന്ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടന്ന സമരവും ആ സമരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് നിറയൊഴിക്കുകയും അന്ന് ആ വെടിവയ്പ്പിൽ 3 ആളുകൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 3 ചെറുപ്പക്കാരായ ആളുകൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന 3 ആളുകൾ ആ സമരത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയും അങ്ങനെ ആ സമരം വർദ്ധിത വീര്യത്തോടുകൂടി മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ഈ സമരം വിജയം കണ്ട് മാത്രമാണ് ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ഗവൺമെൻറ് അന്ന് കൊണ്ടുവന്ന ഈ നിയമങ്ങൾ അറബി ഭാഷയ്ക്കെതിരായി കൊണ്ടുവന്ന നിയമങ്ങൾ പിൻവലിക്കുകയും അങ്ങനെ യൂത്ത് ലീഗ് മുന്നോട്ട് വച്ച സമരം വിജയിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ദിനമാണ് യൂത്ത് ലീഗിന്റെ ജൂലൈ 30 എന്നുള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം, AM ഹാരിദ്, കൌൺസിലർ അനിൽകുമാർ, PK ജാഫർ, നിസാമുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതലക്കടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സ്വദേശാഭിമാനി, ചങ്ങനാശ്ശേരി അണിയറ, തിരുവനന്തപുരം സൌവർണിക, കാഞ്ഞിരപ്പള്ളി അമല, തിരുവനന്തപുരം സോപാനം തുടങ്ങിയ 5 പ്രൊഫഷണൽ നാടക സമിതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 9 മുതൽ 13 വരെ തൊടുപുഴ ടൗൺഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന സംസ്ഥാന നാടകോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KM ബാബു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നീർനാൽ ബാലകൃഷ്ണൻ, ഷാജു പോൾ, ജോസ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ നാടകം രംഗം ആദ്യം ആരംഭിക്കുന്നത് തന്നെ തമിഴ് നാടക സംഘങ്ങൾ, സംഗീത നാടക സംഘങ്ങൾ ഇവിടെ വന്ന നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് നല്ല നിലയിൽ ആളുകളെ ആസ്വദിപ്പിക്കുന്നു എന്ന് കണ്ട് പിന്നീട് മലയാള സംഗീത നാടക സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തു. അതിനുശേഷമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ തനത് നാടക രൂപമായിട്ടുള്ള ചവിട്ടുനാടകം ഇവിടെ പ്രചുരപ്രചാരം നേടിയത്. അതിനുശേഷം നമുക്കറിയാം സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരികയുണ്ടായി. അഭിജ്ഞാന ശാകുന്തളം അടക്കമുള്ള നാടകങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം നമുക്കറിയാം പിന്നീട് നവോത്ഥാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉള്ള നാടകം നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ അന്ധവിശ്വാസത്തെ കടപുഴകിയെടുക്കാൻ ആ നാടകത്തിന് കഴിഞ്ഞു എന്നാണ് നമ്മൾ കാണുക. കേരള സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ, വലിയ ചലനമുണ്ടാക്കിയൊരു നാടകമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ K. ദാമോദരൻ്റെ പാട്ടബാക്കി, അത് കർഷക സമരങ്ങളുടെ ഒരു
ചരിത്രമായിരുന്നു, മുന്നേറ്റമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. കേരളത്തിലെ കർഷക പ്രസ്ഥാനം അത് ശക്തിപ്പെടുന്നതിനും ജന്മിമാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രംഗത്ത് വരാൻ കൃഷിക്കാരെ സടകുടഞ്ഞെഴുന്നേക്കാൻ കേരളത്തിലെ കൃഷിക്കാരെ പ്രേരിപ്പിച്ച ഒരു സിനിമയായിരുന്നു പാട്ടപാക്കി. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൊടുപുഴ ടൗണിൽ പ്രകടനം നടന്നു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ യോഗം BMS ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതീവ വേദനയോടുകൂടി, അതീവ ദുഃഖത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധ സമരത്തിൽ ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പരാജയപ്പെട്ട തത്വസംഹിതയുടെ വക്താക്കൾ, ജനാധിപത്യ പ്രക്രിയയിൽ പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ഉന്മൂലന സിദ്ധാന്തവുമായി, സ്വേച്ഛാധിപത്യ ഭരണവുമായി ഈ കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. CPMന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഭരണം മുമ്പോട്ട് പോകുമ്പോൾ ഈ ഭരണം അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ന് വരെ നിരപരാധികളായ ഡസൻ കണക്കിന് പ്രവർത്തകന്മാരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും അതുപോലെ സംഘപ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ ഭരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതാക്കളായ TS രാജൻ, S അജി, പത്മഭൂഷൺ, PR വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകളിൽ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെ പ്രതിഷേധവുമായി ഇടുക്കി സഹോദയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. പാലും പത്രവുമില്ലെങ്കിലും ഞങ്ങൾക്ക് പഠിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി ഹർത്താലിനെതിരെ പോരാട്ടം തുടങ്ങുമെന്ന് വിദ്യാർത്ഥികൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ 35 CBSE സ്കൂളുകളിൽ നിന്നുള്ള 50ഓളം ജനറൽ ലീഡേഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകൾ മൂലം തങ്ങൾക്ക് ലഭിക്കേണ്ട പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കുന്നില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. സ്വതന്ത്രമായി പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ മൌലികാവകാശം തടസ്സപ്പെടുകയാണ്. അതിനാൽ ഹർത്താലുകൾ നിരോധിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹർത്താലുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനാ നേതാക്കളെ കാണുമെന്നും ഇവർ പറഞ്ഞു. ഇത് ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ഇന്ന് ഇടുക്കി സഹോദയിക്ക് കീഴിലുള്ള 30-ലധികം വിദ്യാലയങ്ങളിൽ നിന്നും 50-ൽ പരം ലീഡേഴ്സ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഹർത്താലിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ്. ഉറക്കം നടിക്കുന്ന ഈ കേരളത്തിനെ ഞങ്ങൾക്ക് ഉണർത്തണം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 365-ലധികം ഹർത്താലുകൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. ഒരു വർഷം തന്നെ 100-ലധികം ഹർത്താലുകൾ നടത്തി എന്ന റെക്കോർഡും കേരള ജനത നേടിക്കഴിഞ്ഞു. അങ്ങനെ ഹർത്താലിന്റെ സ്വന്തം നാട് എന്ന കേരളത്തിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതിന് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. പാലും പത്രവും ആശുപത്രികളും എല്ലാം നിങ്ങൾ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളെയും നിങ്ങൾ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സമയബന്ധിതമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇന്ന് നമുക്കുള്ളത്. ഈ പാഠ്യപദ്ധതിയിൽ ക്രമീകരിച്ചിട്ടുള്ള പരീക്ഷകൾ സമയബന്ധിതമാണ്. അതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹർത്താലുകൾ കാരണം, മുടങ്ങുന്ന ക്ലാസുകൾ കാരണം ചെറിയ സമയം കൊണ്ട് കൂടുതൽ പോർഷനുകൾ ടീച്ചേഴ്സിന് പഠിപ്പിച്ചു തീർക്കുവാനും അതേ ചെറിയ സമയം കൊണ്ട് കൂടുതൽ പോർഷനുകൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കുവാനും വേണ്ടി വരുന്നു. അതിനാൽ തന്നെ നമുക്ക് ഹർത്താലുകൾ വേണ്ട. പഠനമാണ് വലുത്. പഠിക്കുക, വളരുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അതിന് ഞങ്ങളെ അനുവദിക്കുക. ഞങ്ങൾക്ക് ഹർത്താൽ വേണ്ട. ഈ പാലും പത്രവും അതൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഹർത്താലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു അനുമതി ലഭിക്കണമെന്നാണ് ഞങ്ങൾ കുട്ടികളുടെ അഭ്യർത്ഥന. വിദ്യാഭ്യാസമാണ് കുട്ടികളുടെ ഏറ്റവും കാണേണ്ട ലക്ഷ്യം. എന്നാൽ ഈ വിദ്യാഭ്യാസത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഹർത്താലുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹർത്താലുകൾ നടത്തുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് ഈ ഹർത്താലുകൾ? പത്രത്തിനെയും പാലിനെയും ആശുപത്രിയെയും ഒഴിവാക്കിയതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെയും ഒഴിവാക്കണം. കാരണം ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങളുടെ അവകാശമാണത്. അക്വാപോണിക്സും തുറന്ന കൃത്യത കൃഷിയുമായി വർഷം മുഴുവൻ ഒരുമുറം പച്ചക്കറിക്കായി പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ ഒരുങ്ങുന്നു. കേരള സർക്കാർ നടപ്പാക്കുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആധുനിക കൃഷിരീതികൾ സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിൽ നടപ്പാക്കി ഓണത്തിനും തുടർന്ന് വർഷം മുഴുവനും ജൈവ പച്ചക്കറി ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിന് പുതിയ മുഖം നൽകുകയാണ്. സ്കൂൾ വളപ്പിലെ ജൈവ മാലിന്യങ്ങളും നാട്ടിൽ നിന്ന് ലഭ്യമായ ജൈവവളങ്ങളും മണ്ണിൽ നിക്ഷേപിച്ച് തുറന്ന കൃത്യതാ കൃഷി, മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന അക്വാപോണിക്സ്, ഉപയോഗശൂന്യമായ ചകിരി ബഡ്സ് ഉപയോഗിച്ചുള്ള പുതിയ ഇനം കൃഷിരീതി, തിരിനന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെ പോളിബാഗ് കൃഷി എന്നിവയാണ് കുട്ടികളിൽ അറിവും താൽപ്പര്യവും വളർത്തി വിദ്യാലയമുറ്റത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. കുമാരമംഗലം പഞ്ചായത്ത് കൃഷിഭവന്റെയും PTA-യുടെയും സഹകരണത്തോടെയാണ് ഈ നൂതന കൃഷിരീതികൾ നടപ്പിലാക്കുന്നത്. വെണ്ട, വഴുതന, ചീര, വെള്ളരി, പാവൽ, പടവലം, മത്തൻ, ചീര, ചേമ്പ്, കോവൽ, വഴുതന, വള്ളിപ്പയർ തുടങ്ങി 20ഓളം പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ നടപ്പാക്കിയ ഒരു കുട്ടിക്ക് ഒരു കപ്പളം ഒരു വാഴ പദ്ധതികൾ പ്രകാരം സ്കൂൾ വളപ്പിൽ വാഴയും കപ്പളവും ധാരാളമുണ്ട്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷങ്ങളുടെ സ്മരണകൾക്കായി 70 നാട്ടുമാവുകൾ സ്കൂൾ വളപ്പിൽ നട്ടത് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിരുന്നു. തുറന്ന കൃത്യത കൃഷിയുടെ ഉദ്ഘാടനം കൃഷി ഓഫീസർ മാനസി നിർവഹിച്ചു. ചെടി എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന ചെടികൾ അതിനാവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ഒരടിയോളം താഴ്ചയുള്ള മേൽമണ്ണിൽ നിന്നാണ്. അങ്ങ് മണ്ണ് നമ്മൾ കുഴിച്ച് അങ്ങ് അടിയിലോട്ട് പോകും തോറും വളക്കൂറ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വളക്കൂറുള്ള മണ്ണ്, ഉത്പാദനക്ഷമതയുള്ള മണ്ണ് ഒരടിയോളം താഴ്ചയുള്ള മേൽമണ്ണിലാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ, PTA പ്രസിഡന്റ് ഷർഫുദ്ദീൻ, MBTA പ്രസിഡന്റ് ലിജി ജെയ്സൺ, ഹെഡ്മാസ്റ്റർ KG ആന്റണി. പച്ചക്കറി കൃഷി നടത്തുക എന്നുള്ളത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. എന്നാൽ ആ പച്ചക്കറി കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക മേഖലയിലെ നവീനങ്ങളായ ആശയങ്ങളെ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 3 പുതിയ നവീന രീതികൾ ഇന്ന് ആവിഷ്കരിച്ചത്. അധ്യാപകരായ ബെന്നി PJ, ജിൻസി മാത്യു, മേഴ്സി ജോൺ, ശൈലജ MA, ആൻസി ജേക്കബ്, സ്കൂൾ ലീഡർ അഭിനവ് അലോഷ്യസ്, ഫാത്തിമ ഷാജി, അൽത്താഫ് PL, ആദിത്യൻ മനോജ്, സാലിക ഷെരീഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവദമ്പതികൾ ചികിത്സാ സഹായം തേടുന്നു. ചീനിക്കുഴി ചാത്തമല ചേന്നങ്കോട്ട് തുണ്ടത്തിൽ മത്തായും ഭാര്യ ബിന്ദുവുമാണ് വാഹനാപകടത്തെ തുടർന്ന് കൈകാലുകളും വാരിയെല്ലുകളും തലയോട്ടിയും തകർന്ന് ചികിത്സാ സഹായം തേടുന്നത്. 2016 മാർച്ച് 19 വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ വെച്ചായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അരിക്കുഴ സ്വദേശിയുടെ കാർ വന്നിടിച്ചത്. മത്തായിയും ഭാര്യ ബിന്ദുവും ടൗണിൽ നിന്നും തങ്ങളുടെ വളർത്തുപന്നികൾക്കുള്ള തീറ്റ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. അപകടം ഉണ്ടായത് എങ്ങനെ ഇത് ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ബൈക്കിൽ കയറി ഇരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. 5 ദിവസത്തോളം ഞാൻ വെന്റിലേറ്ററിൽ കിടന്നു കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ. അത് കഴിഞ്ഞാൽ അറിയണത് ഞാൻ ഇങ്ങനെ ആശുപത്രി കിടക്കുക എന്നുള്ളത്. തലയ്ക്ക് തലയുടെ അകം മുഴുവൻ പൊട്ടിയതായിരുന്നില്ല. പുറമേ ഒന്നും ഒരു ഇതൊന്നും കാണാനില്ലായിരുന്നെങ്കിലും തല മുഴുവൻ പൊട്ടി. 3 വലതുവശത്തെ 3 വാരിയിൽ, ഈ ഇടതുവശത്തെ എൻ്റെ എല്ല് പൊട്ടൽ, ഇതൊക്കെ ഉണ്ട് മുഴുവനും. പിന്നെ ലെൻസിൻ്റെ ഉള്ളിൽ ചതവ്. അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും എനിക്ക് ശരിക്കും നടക്കാനൊന്നും വയ്യ. അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുത്തുവെങ്കിലും ഭീമമായ വക്കീൽ ഫീസും ആശുപത്രി ചിലവുകൾക്കും ശേഷം മിച്ചമുണ്ടായത് കടം മാത്രം. മത്തായിയുടെ വലതുകാൽ 4 ഒടിഞ്ഞു തകർന്നു. ഇടത് കാൽമുട്ടിന് താഴെ 3 തകർന്നിരുന്നു. ഭാര്യ ബിന്ദുവിന്റെ വാരിയലുകൾ ഒടിഞ്ഞും തലയോട്ടി തകർന്ന ശിരസിൽ രക്തം കെട്ടിക്കിടന്നതും ഭീമമായ ആശുപത്രി ചെലവിനിടയാക്കി. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ബില്ലെല്ലാം അടിച്ച് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ആഴ്ചയിൽ 5000 രൂപയും
വെച്ച് ബിന്ദുവിന് മുടക്കി ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ട പല പ്രാവശ്യങ്ങൾ ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ കിട്ടിയ പൈസ എന്നെയും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് വിളിച്ചാണ് ചാഴികാട്ടേക്കും കോലഞ്ചേരിയിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പൈസ മൊത്തം തീരുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് ഇനി യാതൊരു പൈസയും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് 200 രൂപ മാത്രമാണ് ഇനി ഉള്ളത്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളും മത്തായിയുടെ മാതാവും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. സ്ഥലം പാട്ടത്തിനെടുത്ത് പന്നി വളർത്തലായിരുന്നു ഇവരുടെ തൊഴിൽ. വീടില്ലാത്ത 7 സെന്റ് സ്ഥലം സ്വന്തമായുണ്ട്. അപകടത്തെ തുടർന്ന് ഒടിഞ്ഞ ശരീരഭാഗങ്ങളിൽ ഘടിപ്പിച്ച കമ്പികളും നട്ടും ബോൾട്ടുകളും സാമ്പത്തിക പരാധീനതയാൽ ഇനിയും നീക്കം ചെയ്തിട്ടില്ലാത്തതിനാൽ കിടപ്പ് മാത്രമാണ് ഇവർക്ക് ആശ്രയം. മകളുടെ കൂട്ടുകാരിയുടെ പിറന്നാളിന് മിഠായി പങ്കുവച്ചപ്പോൾ മിഠായി വേണ്ട, മിഠായിയുടെ പൈസ മതിയെന്ന് പറഞ്ഞതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മത്തായിയുടെ വീട്ടിലെ കൊടും ദാരിദ്ര്യത്തെ പറ്റി പുറംലോകം അറിയുന്നത്. ഇതോടെ ഭക്ഷണ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ തീരുമാനമായെങ്കിലും ചികിത്സാ ചെലവുകൾ ഇനിയും ബാക്കിയായി. ഇവർക്കായി അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉടുമ്പന്നൂർ ബ്രാഞ്ച് SBI അക്കൗണ്ട് നമ്പർ 3174426202. IFSC കോഡ് SBIN 00008681. വെൺമണി സെന്റ് ജോർജ് UP സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലൂക്ക തച്ചാമ്പറത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജെസി ജോസഫ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കൊള്ളിക്കുളവിൽ, വാർഡ് മെമ്പർ ജോഷുവ ദേവസ്യ, PTA പ്രസിഡന്റ് റോബിൻ ആലക്കൽ, MPTA ചെയർപേഴ്സൺ ഷൈനി ആറക്കാട്ട്, അധ്യാപക പ്രതിനിധി മേരി PK എന്നിവർ പ്രസംഗിച്ചു. ഒരു നേരം ഔഷധം ഒരാണ്ട് രോഗശാന്തി എന്ന സന്ദേശവുമായി ഇടവെട്ടി ഔഷധ സേവ ചൊവ്വാഴ്ച രാവിലെ 4:30 ആരംഭിക്കുന്ന ഔഷധ സേവ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിൽക്കും. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് ക്ഷേത്രസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടെ സേവിക്കുന്ന ചടങ്ങാണിത്. ഈ വർഷം ഔഷധ സേവയ്ക്ക് ശേഷം മുഴുവൻ ഭക്തജനങ്ങൾക്കും ഗംഗോത്രിയിൽ നിന്നും ശേഖരിച്ച പവിത്രമായ ഗംഗാജലവും വിതരണം ചെയ്യും. ഒരു വർഷക്കാലം മുഴുവനും സർവ്വരോഗങ്ങൾക്കും ശമനം ലഭിക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ഈ വർഷത്തെ ഔഷധ സേവ നാളെ രാവിലെ 4:30 മുതൽ ആരംഭിക്കുകയാണ്. 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരായ നകുലൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നാളെ എത്തി ഒരു നേരം ഔഷധം സേവിച്ചാൽ ഒരു വർഷം മുഴുവൻ സർവ്വരോഗങ്ങൾക്കും ശമനം ലഭിക്കും എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല പുറത്തു നിന്നുള്ള ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിൽ നിന്നും അതുകൂടാതെ 7 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ നാളെ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും അതുപോലെ 8ഓളം രാജ്യങ്ങളിലും 7ഓളം സംസ്ഥാനങ്ങളിലും നമ്മുടെ കൺവീനർമാർ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 4:30 ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ ഔഷധം വെണ്ണയിൽ ചേർത്ത് അരയാലിൻ്റെ ഇലയിലാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഔഷധം സേവിക്കുന്നതിനുള്ള വിപുലമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഔഷധം സേവിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും കർക്കിടക കഞ്ഞി കൂടി നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചടങ്ങ് പൂർത്തിയാകുന്നത് കർക്കിടക ഔഷധ കഞ്ഞി കൂടി കഴിച്ചതിന് ശേഷമാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ നാളെ നടക്കുന്ന ഔഷധ സേവയിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുക. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ദിവ്യ ഔഷധ സേവ നടത്തി. കർക്കിടക മാസ ആചരണത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യ ഔഷധ സേവയ്ക്കും നവഗ്രഹ ശാന്തി ഹോമത്തിനും ശനീശ്വര പൂജയ്ക്കും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുമിത് ചേർത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി ജയൻ കുന്നുംപുറത്ത്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PR രവീന്ദ്രനാഥൻ, ജോയിന്റ് സെക്രട്ടറി ഷാജിമോൻ ഇലവുങ്കൽ, ഖജാൻജി ഷിജു ബേബി കുന്നേൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദിവ്യ ഔഷധ സേവ ഹർത്താൽ ദിനത്തിലായെങ്കിലും 100 കണക്കിന് ഭക്തജനങ്ങൾ ഔഷധ സേവയിൽ പങ്കെടുത്തു. എല്ലാ കാര്യങ്ങൾക്കും ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് നമുക്ക് ഇനി നമ്മുടെ ഈ ദുരിതങ്ങൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ
ഗ്രാമസഭയിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനായി തദ്ദേശമിത്രം അവതരിപ്പിച്ച നാടകയാത്ര ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നാടകയാത്രയുടെ സമാപനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് സഭ വഴി അപേക്ഷാ ഫോം വിതരണം ചെയ്ത് വാർഡ് സഭയിൽ തന്നെ അത് തിരിച്ചു പൂരിപ്പിച്ചു വാങ്ങി വാർഡ് സഭയുടെ അനുവാദത്തോടു കൂടിയാണ് ഒരാൾക്ക് ആനുകൂല്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്തു വരേണ്ട നിയമം. പക്ഷേ ഇപ്പോൾ 2 വർഷക്കാലമായിട്ട് നഗരസഭ വഴി അംഗൻവാടി വഴി അപേക്ഷാ ഫോമുകളെല്ലാം വിതരണം ചെയ്ത് അത് തിരിച്ച് വാർഡ് സഭയിൽ വന്ന് അത് വാർഡ് സഭ അംഗീകരിച്ച് ഒക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പക്ഷേ അത് എന്തുകൊണ്ടോ ഒരു 2-3 വർഷക്കാലമായിട്ട് ഒരു 50 പേരിൽ കൂടുതൽ ഒരിക്കലും അംഗങ്ങൾ ആണുങ്ങളായാലും വനിതകളായാലും 50 പേർക്കുള്ള എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുക. അതിനാണ് തദ്ദേശമന്ത്രം ഇങ്ങനെയുള്ള തെരുവ് നാടകം ഈ കൊല്ലമെങ്കിലും 14-15 കഴിഞ്ഞു, 15-16 കഴിഞ്ഞു, 16-17 കഴിഞ്ഞു. ഈ 17-18 നമ്മുടെ നഗരസഭയിലെ അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ഗ്രാമസഭകളിലും എല്ലാം ജനപങ്കാളിത്തത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അവബോധം വളർത്തുന്നതിനാണ് തദ്ദേശമിത്രം തെരുവ് നാടകവുമായിട്ട് കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്ത് എല്ലാ ജില്ലകളിലും ഒരു ഗ്രാമം പറഞ്ഞ കഥ എന്ന തെരുവ് നാടകം സമാപനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചു. ഗ്രാമസഭകളുടെ അധികാരം, പൗരന്റെ അവകാശങ്ങൾ, ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ജനകീയ കൂട്ടായ്മ, മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ കേരളത്തിൽ പടരുന്ന രോഗങ്ങൾ എന്നിവയാണ് നാടകത്തിൽ പ്രതിപാദിച്ചത്. ശുചിത്വബോധമില്ലാത്ത ലാഭക്കൊതിയന്മാർ അറവ് മാലിന്യങ്ങൾ പോലും എവിടെയും വലിച്ചെറിയുന്നു. പൂക്കളുടെ സുഗന്ധം വഹിച്ചിരുന്ന എന്റെ നാടെന്ത് ചീഞ്ഞു നാറുന്നു. എങ്ങും എവിടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇതിനൊക്കെ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ നിന്നെ അറിയിക്കാം. ഇപ്പൊ കിട്ടോ? അല്ല, ഞാനാണല്ലോ ആദ്യം കണ്ടത്. എന്തോ ഞാനാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് പകുതി വേണം. പകുതി നീ കൊണ്ടേ പോവുക. തന്നാ കൊണ്ടുപോകും. തന്നെങ്കിലല്ലേ നീ കൊണ്ടുപോകും. തരണില്ല. മണക്കാട് കിഴക്കും ഭാഗം NSS കരയോഗം പൊതുയോഗത്തിൽ രാമായണവും ഭാരതീയ സംസ്കാരവും എന്ന വിഷയത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CT ഫ്രാൻസിസ് പ്രഭാഷണം നടത്തി. ഭാരതീയ ജനത ഇന്ന് ദശരഥന്റെയും രാമന്റെയും പാളിച്ചകളെയാണ് പകർത്താനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ ഫ്രാൻസിസ് പറഞ്ഞു. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VN ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും KK രാജേഷ് നന്ദിയും പറഞ്ഞു. പിന്നിലായിട്ട് പിടിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളെ അമ്മമാർ എടുത്തുകൊണ്ടുവന്നത് പോലെയാണ് എടുത്തുകൊണ്ടുപോയത്. അപ്പൊ അവിടെയൊക്കെ സ്ത്രീത്വത്തിലേക്ക് ഒരു അതിക്രമം വരാതെ വാൽമീകി വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവിടെ വർണ്ണിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് വാൽമീകി രാമായണം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നോക്കിയാൽ അതിന് ദൃഷ്ടാന്തങ്ങൾ പലതും കാണും. അതിലേക്കെല്ലാം പോകാൻ നമുക്ക് നേരം ഉണ്ടാകില്ല. അത് രാമായണം 1987 കാലഘട്ടത്തിൽ ഡീപോൾ സ്കൂളിൽ നിന്നും SSLC പൂർത്തിയാക്കിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ആ കാലഘട്ടത്തിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് പന്തക്കൽ ഉദ്ഘാടനം ചെയ്തു. എബ്രഹാം സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. NRI കോർഡിനേറ്റർ ചാലൻ സാറുകാലിൽ പ്രസംഗിച്ചു. അന്തർദേശീയ ഷൂട്ടിംഗ് താരം ഷെറ മറിയ ജോവിനെ ചടങ്ങിൽ ആദരിച്ചു. അവരെല്ലാം വളരെ വിജയകരമായി ജീവിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ 11 കൊല്ലം പഠിച്ചുകൊണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 11 കൊല്ലം ഡീപോൾ സ്കൂളിൽ പഠിച്ചവരാരും മോശപ്പെട്ടവരായിട്ടില്ല. വളരെ സന്തോഷമായി ജീവിക്കുന്നത്, നല്ല കുടുംബം നയിക്കുന്നത്, ജീവിത പങ്കാളികൾക്ക് തീർച്ചയായിട്ടും പറയുന്നത് ഇല്ല. ജീവിത പങ്കാളികൾക്ക് അവർക്ക് എപ്പോഴും നല്ല പറയാനുണ്ടാവും. ജീവിത പങ്കാളികൾക്ക് ഡീപോൾ പഠിച്ചത് അവരുടെ പറയും. കാരണം അവരുടെ കാര്യം കുടുംബമല്ല, അവരുടെ ആത്മാർത്ഥ കഴിവുള്ള പലതുപോലെ പഠിപ്പിച്ചു വിട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി അവർക്ക് ഫ്രീ. എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നു. ഓരോ രംഗത്ത് നല്ല പ്രൊഫഷണൽസാണ്, നല്ല നിലവാരത്തിൽ കഴിയുന്നു. അതിലേറെ നല്ല കുടുംബമായിട്ട് ജീവിക്കും. ബാക്കി എന്തെല്ലാം നേട്ടങ്ങളുണ്ടെങ്കിലും നല്ല കുടുംബമല്ലെങ്കിൽ കുടുംബത്തിലാണ് ഈ ലോകത്തിൽ കുടുംബം. ആ കുടുംബം നന്നായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ ഒത്തിരി മാനുഷ്യം, ഒത്തിരി മൂല്യങ്ങൾ വേണം, ഒത്തിരി നന്മകൾ വേണം. അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങൾക്ക് നല്ല കുടുംബം പഠിപ്പിക്കാൻ സാധിക്കും.
നടൻ ദിലീപിന്റെ പേരിൽ ഇടുക്കി ജില്ലയിലുള്ള ഭൂമിയെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി. ഇടുക്കി കളക്ടർ GR ഗോകുലിന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. തൊടുപുഴയ്ക്ക് സമീപം വെള്ളിയാമറ്റം വില്ലേജിൽ കൊടയത്തൂർ പഞ്ചായത്തിൽ കയ്പയ്ക്ക് സമീപമുള്ള 3.88 ഏക്കർ സ്ഥലമാണ് ദിലീപിന്റെ പേരിൽ ഉള്ളത്. കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് തഹസിൽദാർ ഷൈജു ജേക്കബ് വെള്ളിയാമറ്റം വില്ലേജ് ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ച ശേഷം സ്ഥലം സന്ദർശിച്ചു. 2012-ൽ ദിലീപ് സ്വന്തം പേരിൽ വാങ്ങിയതാണ് കൈപ്പയിലുള്ള സ്ഥലമെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. ദൃശ്യമെന്ന സിനിമയുടെ കൂടുതൽ ചിത്രീകരണം കൈപ്പ കവല കേന്ദ്രീകരിച്ചായിരുന്നു. കൈപ്പ കവലയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ദിലീപിന്റെ പേരിലുള്ളത്. 98/4, 116/8 എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ട 3.88 ഏക്കർ റബ്ബർ തോട്ടമാണ് ഇത്. വടക്കേ മുളഞ്ഞിനാൽ സെബാസ്റ്റ്യന്റെ കൈവശമായിരുന്നു ഇത്. ദിലീപിനു വേണ്ടി പെരുമ്പാവൂർ സ്വദേശി എത്തിയാണ് സ്ഥലത്തിന് അഡ്വാൻസ് നൽകി കരാർ ഉറപ്പിച്ചത്. തുടർന്ന് ഈ സ്ഥലത്ത് എത്തുന്നതിന് റോഡ് നിർമ്മിക്കുന്നതിനായി അയൽവാസിയിൽ നിന്നും സ്ഥലം വാങ്ങി. ദിലീപിന്റെ പേരിൽ 2012-ൽ അറക്കുളം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ആധാരം രജിസ്റ്റർ ചെയ്തത്. സഹോദരൻ അനൂപാണ് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി നടപടികൾ പൂർത്തിയാക്കിയത്. സ്ഥലത്തിന്റെ രേഖകൾ കൃത്യമാണെന്നും കയ്യേറ്റ ഭൂമിയല്ലെന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം തഹസിൽദാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ പ്രൊഫഷണൽ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം അൽ-അസർ ഡെന്റൽ കോളേജിൽ നടന്നു. വിദ്യാർത്ഥികൾക്കായി നടന്ന സെമിനാറിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിതാര മാത്യു മഞ്ഞപ്പിത്തം കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ അമൽ, ഡോക്ടർ താഹിർ, ഡോക്ടർ ഡെൻസി, ഹെൽത്ത് സൂപ്പർവൈസർ MM സോമി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിൽ റീസർവേ അപാകത മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് മന്നാങ്കണ്ടം വില്ലേജിലെ സാധാരണക്കാരായ കർഷകരാണ്. 10-ാം മൈൽ തുടുമേൽ എബ്രഹാം 17 വർഷമായി കയറിയിറങ്ങാത്ത റവന്യൂ ഓഫീസുകളില്ല. തന്റെ 10 സെന്റ് സ്ഥലത്തിന് ഇതുവരെയും റീസർവേ നടത്തി കരമടയ്ക്കാൻ എബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല. സർവേയർമാർ ആവശ്യപ്പെടുന്ന കൈക്കൂലി നൽകാത്തതുമൂലമാണ് തനിക്ക് നീതി കിട്ടാത്തതെന്ന് എബ്രഹാം തുറന്നു പറയുന്നു. വാളറ 10-ാം മൈലിൽ TV എബ്രഹാം 2000-ലാണ് പട്ടയമുള്ള 20 സെന്റിൽ നിന്നും 10 സെന്റ് വില കൊടുത്തു വാങ്ങുന്നത്. പോക്കുവരവ് നടത്താൻ ചെന്നപ്പോഴാണ് റീസർവേയിലെ അപാകത ചൂണ്ടിക്കാട്ടി കരമടയ്ക്കാൻ കഴിയാഞ്ഞത്. 17 വർഷമായിട്ടും റീസർവേ നടപടി പൂർത്തിയാക്കി കരമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസിൽ പരാതിപ്പെട്ടതാണ് തനിക്ക് ഇതുവരെയും കരമടയ്ക്കാൻ കഴിയാഞ്ഞതെന്ന് എബ്രഹാം പറയുന്നു. ബിജു രാമകൃഷ്ണനെതിരെ പരാതി വിജിലൻസിന് കൊടുക്കുകയും ഒരു 1.5 വർഷം മുന്നേ വിജിലൻസിന് കൊടുക്കുകയും വിജിലൻസ് വന്ന അനിൽ ജോർജ് സാറ് ദേവികുളത്ത് നിന്ന് വന്ന ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോയി തൊഴിലെ കൊണ്ടുവച്ച് നോക്കുകയും എന്നോട് തൊഴിൽ ചെല്ലാൻ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ് തൊഴിൽ ജില്ലയിൽ ഞാൻ തൊഴിൽ ചെന്ന റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ദേവികുളം താലൂക്ക് ഓഫീസിൻ്റെ പരിസരത്ത് വെച്ച് പറഞ്ഞത് താൻ എൻ്റെ പേരിൽ പരാതി കൊടുത്തുകൊണ്ട് ഇയാൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് തേഞ്ഞു നടന്നു കഴിഞ്ഞാൽ പോലും തൻ്റെ പേപ്പറുകൾ ഞാൻ ശരിയാക്കാനുള്ള അവസരം ഞാൻ ഇയാൾക്ക് തരില്ല എന്നുള്ള. വർഷങ്ങളായി റീസർവേ നടത്തിക്കിട്ടാതായപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടും തനിക്ക് റീസർവേ നടത്തിത്തരാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇത് നടത്തി കിട്ടാതെ വന്നതിനെ തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിക്കുകയും ആ ഓർഡർ തഹസിൽദാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഓർഡർ കൊടുത്തതിന് ശേഷവും സർവേയർ പറയുന്നത് ഈ നിയമാനുസരണം അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിൻ്റെ സർവേ നമ്പർ ശരിയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ചെയ്തു തരാത്തതിൻ്റെ കാരണം പറയുന്നത്. ഇപ്പോൾ നിലവിലെ റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ സർവേയർ പറഞ്ഞത്. 50,000-വും 60,000-വും രൂപ സർവേയർമാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയ പലർക്കും റീസർവേ നടത്തി കരമടയ്ക്കാൻ സംവിധാനമായിട്ടുണ്ടെന്നും കൈക്കൂലി നൽകാത്തതും നിയമപോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുന്നതും കൊണ്ടാണ് തനിക്ക് ചില ഉദ്യോഗസ്ഥർ വിലങ്ങുതടിയായി നിൽക്കുന്നത്. 20 സെന്റ് പട്ടയത്തിൽ തന്റെ 10 സെന്റ് മാത്രം റീസർവേ നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് എബ്രഹാമിന്റെ ചോദ്യം. 20 സെന്റ് സ്ഥലത്തിൽ നിന്ന് വാങ്ങിച്ചതിൽ നിന്ന് 10 സെന്റ് സ്ഥലം റീസർവേ ചെയ്തു കൊടുക്കുകയും 10 സെന്റ് സ്ഥലം എൻ്റെ 10 സെന്റ് സ്ഥലം റീസർവേ ചെയ്യാതെ കിടക്കുകയും ചെയ്യുകയാണ്. ഏത് നിയമത്തിന്റെ പേരിലാണ് 10 സെന്റ് ചെയ്തു കൊടുക്കുകയും ഒരു പട്ടയത്തിൽ നിന്ന് 10 സെന്റ് ചെയ്തു കൊടുക്കുകയും 10 സെന്റ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നതെന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. തനിക്ക് നീതി കിട്ടുമോ, അധികാരികളുടെ കണ്ണു തുറക്കുമോ എന്നതാണ് ഭാര്യയും 2 പെൺമക്കളുമായി താമസിക്കുന്ന എബ്രഹാം ഉയർത്തുന്ന ചോദ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടുക്കി മരിയാപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഭൂതക്കുഴിയിൽ അനിൽകുമാർ ഗ്രീഷ്മ ദമ്പതികളുടെ 3.5 മാസം പ്രായമുള്ള അനാമിക എന്ന പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി മരിയാപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഭൂതക്കുഴിയിൽ അനിൽകുമാർ ഗ്രീഷ്മ ദമ്പതികളുടെ 3.5 മാസം പ്രായമുള്ള അനാമിക എന്ന പെൺകുഞ്ഞാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ പിതാവ് അനിലാണ് കുഞ്ഞിനെ വീട്ടിനുള്ളിലെ തൊട്ടിനുള്ളിൽ ചെവിയിൽ നിന്ന് രക്തമാർന്ന നിലയിൽ കണ്ടത്.
ഈ സമയം ഭാര്യ വീട്ടിലില്ലായിരുന്നു. ഉടൻ തന്നെ സമീപവാസികളെ കൂട്ടി അനിൽ കുഞ്ഞിനെ ഇടുക്കി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തലയ്ക്കുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മാതാവിന് മാനസികമായി തകരാറുള്ളതാണെന്നും ഇതിനു മുമ്പും കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ പോയിട്ടുള്ളതാണെന്നും കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാതാവ് ഗ്രീഷ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തതിനാൽ അനിലുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. ഇതിന്റെ പേരിൽ കുട്ടിയെ കൊല ചെയ്തതാണെന്ന് പരിശോധിക്കുന്നതായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മയുടെ 2ാം വിവാഹമാണ് അനിലുമായി. ഇതിലുള്ളതാണ് മരിച്ച പെൺകുഞ്ഞ്. അതിനാൽ ഈ സ്ത്രീക്ക് കുഞ്ഞിനോട് മാനസികമായി താല്പര്യം ഇല്ലാതിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇടുക്കി സബ് ഇൻസ്പെക്ടർ സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2018 മാർച്ചിനകം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം.പി. പറഞ്ഞു. മെഡിക്കൽ കോളേജ് കൺസ്ട്രക്ഷൻ മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 മാർച്ചിനകം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്ന് ജോയ്സ് ജോർജ് എം.പി. പറഞ്ഞു. മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജാണോ പഴയ മെഡിക്കൽ കോളേജാണോ എന്നുള്ളത് തികച്ചും സാങ്കേതികമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഡ്മിഷൻ കൊടുത്ത പിള്ളേർക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും അവർക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. അവരുടെ ഭാവിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങളുടെ എല്ലാ കാലത്തെയും സ്വപ്നമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുന്ന മെഡിക്കൽ കോളേജ് ഉണ്ടാകും. ഈ 2 കാര്യങ്ങളും പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. 2 കാര്യവും സംഭവിക്കുക തന്നെ ചെയ്യും. 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. എല്ലാ മാസവും കളക്ടറുടെ ചേംബറിൽ പ്രത്യേക അവലോകന യോഗവും നടക്കാറുണ്ട്. ആശുപത്രി നിർമ്മാണം വിലയിരുത്തിയ ശേഷം കളക്ടറേറ്റിൽ പ്രത്യേക അവലോകന യോഗവും നടന്നു. ഇവിടെ അഡ്മിഷൻ നൽകിയ 2 ബാച്ച് കുട്ടികൾക്കും അവസാന വർഷ പരീക്ഷ ഇവിടുന്ന് തന്നെ പൂർത്തിയാക്കാനാവുമെന്നും എം.പി. പറഞ്ഞു. റോഷി അഗസ്റ്റിൻ എം.എൽ.എ, ജില്ലാ കളക്ടർ ഗോകുൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡ്യൂട്ടി മാറുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടി. പരിക്കേൽക്കാതെ പോലീസുകാർ രക്ഷപ്പെട്ടു. ഡ്യൂട്ടി മാറുന്നതിനായി തോക്ക് കൈമാറുന്നതിനിടെ അബദ്ധത്തിൽ വെടിയുതിർന്നെങ്കിലും ഭാഗ്യം തുണയായി. മൂന്നാറിനടുത്തുള്ള ദേവികുളം പോലീസ് സ്റ്റേഷനിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സ്റ്റേഷനിലെ പാറാവ് ഡ്യൂട്ടി കൈമാറുന്നതിനിടെയായിരുന്നു അപകടം. തോക്ക് പരിശോധിക്കുന്നതിനിടെ വെടിയുണ്ട പൊട്ടുകയും തറയിലെ പലകയിൽ തട്ടി ഭിത്തിയിലേക്ക് തെറിക്കുകയുമായിരുന്നു. ആ സമയം മറ്റ് പോലീസുകാരും സ്റ്റേഷനിലുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് മൂന്നാർ ഡിവൈഎസ്പി അഭിലാഷ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തോക്കിന്റെ ദിശ വശത്തേക്കോ മറ്റെവിടെയെങ്കിലുമോ ആകാതിരുന്നത് കാരണം ദുരന്തമൊഴിവായി. സംഭവത്തിന്റെ കാരണം ചൂണ്ടിക്കാട്ടി ഡിവൈഎസ്പി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. തോക്ക് അലക്ഷ്യമായി കൈകാര്യം ചെയ്തതുമൂലം അപകട സാഹചര്യം ഉടലെടുത്തതിനാൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സംഭവം പുറത്തറിയിക്കാതെ പോലീസ് അധികൃതർ മറച്ചുവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. CPM അടിമാലി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന THM ബഷീറിന്റെ സ്മരണാർത്ഥം 200 ഏക്കർ മില്ലുംപടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി TK ഷാജി നിർവഹിച്ചു. THM ബഷീറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണവും പുതിയ വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനവും നടന്നു. അടിമാലി CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മില്ലുംപടിയിൽ നടന്ന യോഗവും വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനവും CPIM ഏരിയ സെക്രട്ടറി TK ഷാജി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഈ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഖാവിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി മില്ലുംപടി ബ്രാഞ്ച് പണികഴിപ്പിച്ചിട്ടുള്ള സ്മാരക വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. അഴിമതിരഹിതമായ പൊതുജീവിതത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിരുന്ന THM ബഷീറിന്റെ സ്മരണക്കായാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. യോഗത്തിൽ KR ജയൻ, സാബു ജെയിംസ്, മാത്യു ഫിലിപ്പ്, TK സുദേശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനമിടിച്ച് ചത്ത് വഴിയിൽ കിടന്ന കാട്ടുമുയലുമായി സെൽഫി എടുക്കുകയും പാചകം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിന് വനം വകുപ്പ് പിടികൂടിയ വിദ്യാർത്ഥികൾ റിമാൻഡിൽ. വനം വകുപ്പ് ചാർജ് ചെയ്ത കേസിലാണ് തമിഴ്നാട് നാമക്കലിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ 8 പേരെ ദേവികുളം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തമിഴ്നാട്ടിലെ നാമക്കൽ KSSR എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ സുദർശൻ, സുരേഷ്, ഷെയ്ഖ് മുഹമ്മദ്, വിഘ്നേഷ്, സൂലജ്, സൂജയ്, വിജയകുമാർ, ഉദയരാജ്, കനീഷ് കുമാർ എന്നിവരെയാണ് വനപാലകർ അറസ്റ്റ് ചെയ്തത്. സേലത്തു നിന്നും സുഹൃത്തിന്റെ കാറുമായി മൂന്നാർ മറയൂർ മേഖലയിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഇവർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ കടന്നുവരുമ്പോൾ
വാഹനമിടിച്ച് രക്തം വാർന്ന് റോഡിൽ കിടന്ന കാട്ടുമുയലിനെ കണ്ടു. കാട്ടുമുയലുമായി സെൽഫി എടുക്കുകയും വാഹനത്തിലിട്ടുകൊണ്ട് മറയൂരിലെത്തിച്ച് കറിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വനപാലകർക്ക് രഹസ്യവിവരം ലഭിച്ചത്. ചിന്നാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭുവിന്റെ നേതൃത്വത്തിൽ പ്രതികളെ പിടികൂടി. അന്വേഷണം പൂർത്തിയാക്കി തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇവരെ 14 ദിവസത്തേക്ക് ദേവികുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മറയൂർ. വിവാഹിതരായി. തൊടുപുഴ പുതുമന വീട്ടിൽ PM ജോർജിന്റെയും റീത്തയുടെയും മകൻ അരുണും, ചങ്ങനാശ്ശേരി മാന്താനം മുളകുപാടം വീട്ടിൽ തോമസ് കുട്ടി മാത്യുവിന്റെയും മിനി തോമസിന്റെയും മകൾ ആൻമേരിയും തമ്മിൽ മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വെച്ച് വിവാഹിതരായി. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറാക്കരാച്ചന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പുനരുത്ഥാനമുണ്ടോ ഇല്ലയോ? അതൊരു വലിയ ചോദ്യമാണ്. ഇത് സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ വിവരമുള്ളവരോട് ചോദിക്കാമെന്നൊരാൾ തീരുമാനിച്ചു. ഒരു മനുഷ്യൻ ബുദ്ധിമാനായ ഐസക് ന്യൂട്ടനോട് ചോദിച്ചു, മണ്ണോട് മണ്ണായി തീരുന്ന മനുഷ്യൻ ഉത്ഥാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? അത് മണ്ണായിപ്പോയില്ലേ? ന്യൂട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം ചെയ്തു. കുറേ ഇരുമ്പ് തരികളെടുത്ത് മണ്ണിൽ കൂട്ടിക്കുഴച്ചു. പൊഴിമണ്ണിൽ ഇത് കൂട്ടിക്കുഴച്ചിട്ട് മണ്ണ് ഏതാണ് ഇരുമ്പ് തരികൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ ഈ മണലിലിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യുക, ഇവിടെ ഇരുന്ന് ഈ ഇരുമ്പ് തരികൾ വേർതിരിച്ച് തരിക. അയാൾ പറഞ്ഞു, സാധ്യമല്ല. ന്യൂട്ടൻ പറഞ്ഞു, സാധ്യമാണ്. ഈ ഇരുമ്പ് തരികൾ ഈ മണ്ണിൽ നിന്ന് വേർതിരിക്കുക, അത് സാധ്യമല്ല. ന്യൂട്ടൻ പറഞ്ഞു, സാധ്യമാണ്. എങ്ങനെ? ശക്തി കൂടിയൊരു കാന്തമെടുത്ത് ഈ മണൽത്തരികൾക്ക് മുകളിൽ അദ്ദേഹം പിടിച്ചു. ഈ മണൽത്തരിയിൽ നിന്ന് ഇരുമ്പ് തരികൾ ഒന്നൊന്നായി പറന്നു പൊങ്ങി കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിച്ചു. അദ്ദേഹം ആ മണൽ പല പ്രാവശ്യം ഇളക്കി. അവസാനത്തെ ഇരുമ്പ് തരിയും കാന്തത്തിൽ ഒട്ടിപ്പിടിച്ചു. ന്യൂട്ടൻ ചോദിച്ചു, ഈ കാന്തം സൃഷ്ടിച്ച ദൈവത്തിന് മണ്ണോട് മണ്ണായി പോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്നോ? കഴിയും. ഐസക് ന്യൂട്ടൻ ശാസ്ത്രപ്രകാരം മാത്രമല്ല, ആത്മപ്രകാരവും ഒരു വലിയ ജീനിയസ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിന് കഴിയും. മരിച്ചവർ പുനരുത്ഥാനം ചെയ്യും. അവൻ അവരെ ഉയർപ്പിക്കും. ധൈര്യപ്പെടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, പാറാക്കരയച്ചൻ. ചരമവാർത്തകൾ. ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കാഞ്ഞിരമറ്റം മീരാഭവനിൽ KA ശിവരാമൻ 91 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ പരേതയായ TP ജാനകി, മകൾ മീര MS, മരുമകൻ ശംഭു പ്രസാദ്, കൊച്ചുമക്കൾ വിഷ്ണു പ്രസാദ്, ജിഷ്ണു പ്രസാദ്. തട്ടക്കുഴ ഗവൺമെന്റ് HSS റിട്ടയർഡ് അധ്യാപകൻ തട്ടക്കുഴ നീലിയാനിക്കുന്നൽ NK ശ്രീധരൻ 88 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ. ഭാര്യ കമലാക്ഷി, റിട്ടയർഡ് അധ്യാപിക, ഗവൺമെന്റ് HSS തട്ടക്കുഴ. മക്കൾ ഷൈനി, റിട്ടയർഡ് പ്രൊഫസർ NN കോളേജ് ചേർത്തല, പരേതയായ ജെമിനി, പ്രിൻസിപ്പൽ GHSS നോർത്ത് ഇടപ്പള്ളി, സന്ധ്യ ടീച്ചർ
SNHSS ശ്രീകണ്ഠേശ്വരം, മരുമക്കൾ പരേതനായ മോഹനൻ കാര്യാട്ട് റിട്ടയർഡ് പ്രിൻസിപ്പൽ SN കോളേജ് കൊല്ലം, പരേതനായ മോഹനൻ ഓച്ചിറ എഞ്ചിനീയർ, സോമൻ മാനേജർ ഫെഡറൽ ബാങ്ക് മണ്ണഞ്ചേരി. കുടയത്തൂർ കോളപ്ര ശ്രീവിലാസ് റിട്ടയർഡ് അധ്യാപകൻ മാധവന്റെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക അമ്മിണി 78 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി മക്കൾ ബീന, ബിന്ദു, ബിജു, മരുമക്കൾ അജി നാരായണൻ മുതുകാട്ട്, ദിലീപ് പ്ലാശനാൽ കണ്ണകി. കാഞ്ഞിരമറ്റ മാമിക്കാട്ട് ശങ്കരൻകുട്ടി 70 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 11 വീട്ടുവളപ്പിൽ. ഭാര്യ രാജമ്മ, മക്കൾ പരേതനായ അനിൽ, സുനിൽ, മരുമക്കൾ മഞ്ജു അനിൽ, മഞ്ജു സുനിൽ. ആലക്കോട് പരുന്താനിയിൽ പരേതനായ മത്തായിയുടെ ഭാര്യ റോസ 102 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 2:30 കലയന്താനി സെന്റ് മേരീസ് പള്ളിയിൽ. പരേത വടകര കുന്നപ്പിള്ളിൽ പ്ലാക്കിൽ കുടുംബാംഗം. മക്കൾ ജോസഫ്, അന്നക്കുട്ടി, മത്തച്ചൻ, മരുമക്കൾ ത്രേസ്യാക്കുട്ടി കുന്നുംപുറത്ത് ആരക്കുഴ, ജെയിംസ് ആക്കപ്പിടി അഞ്ചിരി, കൊച്ചു ത്രേസ്യ മേപ്പുറത്ത് മീൻകുന്നം. നെടിയശാല ജോസഫ് എബ്രഹാം വള്ളിയിലപ്പച്ചൻ 62 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 3 മണിക്ക് നെടിയശാല സെന്റ് മേരീസ് പള്ളിയിൽ. ഭാര്യ ജാൻസി തൊടുപുഴ മുണ്ടക്കൽ കുടുംബാംഗം. മക്കൾ അജിത്ത്, അഭിജിത്ത്, മരുമകൾ ഹർഷ കാരുവേലിൽ കീരിത്തോട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2670 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 130 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 126 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാർഡ് വിതരണം തൊടുപുഴയിൽ നടന്നു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൊടുപുഴ ടൗണിൽ പ്രകടനം നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് സ്ഥാപക ദിനം ആഘോഷിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് TK നവാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനായി തദ്ദേശമിത്രം അവതരിപ്പിച്ച നാടകയാത്ര ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. നാടകയാത്രയുടെ സമാപനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഒരു നേരം ഔഷധം, ഒരാണ്ട് രോഗശാന്തി എന്ന സന്ദേശവുമായി ഇടവെട്ടി ഔഷധ സേവ ചൊവ്വാഴ്ച രാവിലെ 4:30 ആരംഭിക്കുന്ന ഔഷധ സേവ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിൽക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.